ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കണമ്പ് മീനില്ലേ, കണമ്പ് മീൻ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുടംപുളി നേരത്തെ തന്നെ നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മസാലക്കായിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി, വറ്റൽമുളക്, 3 വറ്റൽമുളക്, വേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണേ. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണും മല്ലിപ്പൊടി, ഈ സ്പൂണിനായിട്ട് എല്ലാം ഞാൻ എടുക്കുന്നത്, അളവെടുക്കുന്നത്, അത് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഞാനൊരു 2 സ്പൂണോളം ഇടുന്നുണ്ട്, അത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം, ഇതറിയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചിയും കൂടി ചതച്ചത്, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയും വേപ്പിലയൊക്കെ ഇല്ലേ, അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. ഇപ്പോൾ എരിവ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെയും 1 സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആ പുളിയില്ലേ, നേരത്തെ വെള്ളത്തിലിട്ട പുളിയില്ലേ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ അരപ്പ് തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഇത് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ടാറ്റാ.